Hi students, welcome to a lecture series of quantum mechanics. In the last lecture we were discussing about some fundamental aspects of electromagnetic waves, like what is the frequency of electromagnetic wave, or how the wave is um, propagating and how the energy is transmitted, and how we can calculate the intensity of the electromagnetic wave, like this. In this lecture we will be discussing two important phenomena that can be shown by an electromagnetic wave. One is called interference, other one is called diffraction. Interference is a phenomena that is very familiar to all of you. Such type of phenomena can be observed even in mechanical waves. Diffraction patterns can also be is very familiar in your practical classes. So first we will discuss what is meant by interference, and how we can calculate the how we can explain the alternate bright and dark bands of the bright bands of the spectrum in an interference pattern. For this we will discuss Young's double slit experiment at first. After that we will discuss the behavior of X-rays in a crystal lattice. That means how X-rays generate how X-rays are responsible for diffraction of the crystal planes. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് മെയിൻ ബൈ what is the most important aspects of interference patterns. Okay, so interference and diffraction. Purely interference പാറ്റേണും ഡിഫ്രാക്ഷൻ പാറ്റേൺസും നമുക്ക് ലൈറ്റിൻ്റെ വേവ് നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒപ്റ്റിക്സ് കോഴ്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർഫിയറൻസ് പാറ്റേൺ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഒരു ഇൻ്റർഫിയറൻസ് പാറ്റേൺ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്, ഏറ്റവും എന്താ പറയുക, ഈ ഒരു ഇൻ്റർഫിയറൻസ് പാറ്റേണിൻ്റെ ലൈറ്റിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇൻ്റർഫിയറൻസ് പാറ്റേൺ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് 1801 തോമസ് യങ്. So it's called one of the famous experiments in physics, Young's double slit experiment. ഈ ഒരു 1801 ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് നമ്മൾ വേവിൻ്റെ ഇൻ്റർഫിയറൻസ് പാറ്റേൺ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻ്റർഫിയറൻസും ഡിഫ്രാക്ഷനും ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അത് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നിങ്ങൾക്കറിയാം. നമ്മളൊരു വേവിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ്സ് എ യുണീക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ യുണീക്ക് പ്രോപ്പർട്ടീസ് ഓഫ് വേവ്. ഒരു വേവ് മെറ്റീരിയൽ ഓബ്ജക്റ്റുകൾക്ക് കാണാൻ സാധിക്കാത്ത ഒരു ബിഹേവിയറാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. one of the properties that is unique
ഫോർ എ വേവ് ഇതൊരു വേവിന് മാത്രമേ കാണുള്ളൂ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ? ഒരു വേവിന്റെ ഡിസ്റ്റർബൻസ് സപ്പോസ് നമ്മൾ y1 എന്ന് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിച്ചോ, അടുത്തൊരു വേവിന്റെ ഡിസ്റ്റർബൻസ് y2 എന്ന് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചോ. സപ്പോസ് these two waves meet at a point. Suppose these two waves meet at a point. Resultant disturbance will be a linear combination of the individual disturbances. ഇപ്പോൾ ഒരു വേവ് ഉണ്ടെന്ന് വിചാരിച്ചു, ആ ഒരു വേവും മറ്റൊരു വേവും ഉണ്ട്, രണ്ട് വേവിൻ്റെയും ഡിസ്റ്റർബൻസ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രകാരം നമുക്ക് ആ ഫൈനൽ റിസൾട്ടന്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് സേ y1 പ്ലസ് y2 ആവാം, y1 മൈനസ് y2 ആവാം, പല വാല്യൂസ് നമുക്ക് വരാം. ലീനിയർ കോമ്പിനേഷൻ, രണ്ട് ഡിസ്റ്റർബൻസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് the final disturbance will be greater than or less than the individual displacement of the wave, individual disturbance of the wave. നമുക്ക് ഇങ്ങനെ എഴുതാം, the combined disturbance of a wave when two waves meet at a point, the combined disturbance will be or might be greater or less than the disturbance produced by either wave alone. ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെയും ഡിസ്റ്റർബൻസിന് കൂടുതലോ കുറവോ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു പോയിന്റിൽ രണ്ട് വേവ് വന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചോ, ഈ എമർജ് ചെയ്യുന്ന വേവ് എന്ന് പറയുന്നതിന് ഈ ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്, വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ രണ്ട് വേവും തമ്മിൽ നമ്മൾ രണ്ട് വേവ് ട്രെയിൻസ് മീറ്റ് ചെയ്യുമ്പോൾ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടൻറ്റ് വേവിനും വേവിൻ്റേതായ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയറുകളും ഉണ്ടാവും. ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കത് പറയാനും സാധിക്കും. എന്നാൽ രണ്ട് മെറ്റീരിയൽ ഓബ്ജക്ട്സ് ആണ് ഇങ്ങനെ കൊളീഷനിൽ വിധേയമാവുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് ഓട്ടോമൊബൈൽസ് കൊളൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടൻറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആയിരിക്കില്ല. ഒരു തരത്തിലും നമുക്ക് മെറ്റീരിയൽ ഓബ്ജക്ട്സിൽ ഇത്തരത്തിലുള്ള ഒരു യുണീക്ക് പ്രോപ്പർട്ടി, ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. വേവിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ള സ്വഭാവത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫൈനൽ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസ്റ്റർബൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വേവ് വെക്റ്റർ E1 E2 എന്ന് പറയുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും റിസൾട്ടൻറ്റ് നമ്മൾ E1 പ്ലസ് E2 വെക്റ്റർ സമ്മ് E is equal to E1 പ്ലസ് E2 എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ വെക്റ്റർ E is equal to E1 പ്ലസ് E2 എന്ന് പറയാം, വെക്റ്റർ സമ്മായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതൊരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി, വേവിനുള്ള ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് വേവിന് ഇൻ്റർഫിയറൻസ് പാറ്റേണും ഡിഫ്രാക്ഷൻ പാറ്റേണും ഉണ്ടാവാനുള്ള കാരണം. അതായത് വേവ് എന്ന് പറയുന്നത് ഇൻ്റർഫിയറൻസും ഡിഫ്രാക്ഷനും
കാണിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് ഈ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ്, മെറ്റീരിയൽ ഒബ്ജക്ട്സിന് ഇല്ലാത്ത ഈ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് ഇൻ്റർഫിയറൻസും ഡിഫ്രാക്ഷനും ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഒരു പ്യുവർലി ഒരു വേവ് നേച്ചർ കാണിക്കുന്ന രണ്ട് എക്സ്പെരിമെൻറ്റുകളാണ് ഇൻ്റർഫിയറൻസ് എക്സ്പെരിമെൻറ്റുകളും ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റുകളും എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാം. ഒരിക്കലും ഒരു പാർട്ടിക്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻ്റർഫിയറൻസോ ഡിഫ്രാക്ഷനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ? സോ ഇറ്റ്സ് പ്യുവർലി എ വേവ് നേച്ചർ. വേവ് മാത്രം, അതിപ്പോൾ മെക്കാനിക്കൽ വേവ്സും ഇൻ്റർഫിയറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർ വേവ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ വേവ്സ് ഇൻ്റർഫിയറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. ലൈറ്റ് വേവ്സ് ഉണ്ടാക്കുന്നുണ്ട്, സൗണ്ട് വേവ്സ് ഉണ്ടാകുന്നുണ്ട്. പ്യുവർലി ഒരു വേവ് നേച്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇൻ്റർഫിയറൻസും ഡിഫ്രാക്ഷനും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മളൊരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് ആദ്യം എടുക്കുക. ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് എടുക്കുക. 1801 നമ്മളുടെ തോമസ് യങ് ആദ്യമായി ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അദ്ദേഹം എടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് വിസിബിൾ റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തന്നെയാണ് എടുത്തത്. പിന്നീട് അത് മെക്കാനിക്കൽ വേവ്സിനും വാട്ടർ വേവ്സിനും ഒക്കെ, അതുപോലെ തന്നെ വേറെ ടൈപ്പ് എല്ലാ ടൈപ്പ് വേവ്സുകൾക്കും ഇത് നമുക്ക് ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒബ്സർവ് ചെയ്യാൻ, എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പിന്നീട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിച്ചത് ലൈറ്റ് വേവ്സിലാണെങ്കിലും പലതരത്തിലുള്ള ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളിലും ഈവൻ മെക്കാനിക്കൽ വേവ്സിലും ഒക്കെ ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന് കിട്ടുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വളരെ സിംപ്ലസ്റ്റും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളുടെ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ആ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് പ്ലെയിൻ വേവ്സ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. നമ്മളൊരു വേവിനെ അതിൻ്റെ വേവ് ഫ്രണ്ട് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ഉള്ളതുണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്സ് ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. പ്ലെയിൻ വേവ് ഫ്രണ്ട്സ്. ഒരു ഡബിൾ സ്ലിറ്റ്, അതായത് ഒരു ബാരിയറാണ്. ആ ബാരിയറിനെ ചെറിയ രണ്ട് സ്ലിറ്റുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സ്ലിറ്റ് ഉണ്ട്, സ്ലിറ്റ് 1, സ്ലിറ്റ് 2. ഒരു പ്ലെയിൻ വേവ് ആണ് വരുന്നത്, പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേവ് ഫ്രണ്ട് വെച്ച് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്. നമ്മളിത് ഒപ്റ്റിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് വേവ് ഫ്രണ്ട് ആണെന്ന്. ഫ്രണ്ട് ഓഫ് ആൻ അഡ്വാൻസിങ് വേവ്, ഫ്രണ്ട് ഓഫ് ആൻ അഡ്വാൻസിങ് വേവ്, അതിൻ്റെ ഫിസിക്കൽ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഒപ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. ഫ്രണ്ട് ഓഫ് ആൻ അഡ്വാൻസിങ് വേവ് ഈസ് കോൾഡ് എ വേവ് ഫ്രണ്ട്. അതിൻ്റെ ഫേസും അതിൻ്റെ ബിഹേവിയറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ വേവിൻ്റെ പ്രൊപ്പഗേഷൻ അനുസരിച്ചാണ് നമ്മൾ ആ വേവ് ഫ്രണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു പ്ലെയിൻ വേവ്, പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് വരുന്നത്. ഈ രണ്ട് സ്ലിറ്റ് വളരെ ടൈനി സ്ലിറ്റുകളാണ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് കമ്പയറബിൾ ആയിട്ടുള്ള ഡയമെൻഷനൊക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. ഈ സ്ലിറ്റിൽ നിന്ന് ഈ സ്ലിറ്റിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ഈ സ്ലിറ്റിൽ വെച്ചിട്ട് അതിന് ആ വേവ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ ജോമെട്രിക്കൽ ഷാഡോനേക്കാളും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് അകന്ന് പോകും. അപ്പോൾ ഈ രണ്ട് വേവുകളും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും പലപ്പോഴും. അതായത് സ്ലിറ്റ് 1-ൽ നിന്നും സ്ലിറ്റ് 2-ൽ നിന്നും സ്പ്രെഡ് ചെയ്ത് പോകുന്ന, ഇങ്ങനെ ചെറിയ സ്ലിറ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്ലിറ്റിൽ ഒരു എന്താണ് സംഭവിക്കുന്നത്, ആ വേവ് അവിടെ സ്പ്രെഡ് ചെയ്യും. വേവ് ആ സ്ലിറ്റിൽ വെച്ച് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ആ രണ്ട് വേവുകളും അതിൻ്റെ ജോമെട്രിക്കൽ എന്താ പറയുക, ജോമെട്രിക്കൽ ഷാഡോനേക്കാളും ലാർജർ ഏരിയയിൽ അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഈ രണ്ട് വേവുകളും, രണ്ട് സ്ലിറ്റിൽ നിന്നും വരുന്ന വേവുകൾ ഈ സെക്കൻഡറി സോഴ്സ്, ഈ രണ്ട് സ്ലിറ്റുകളും സെക്കൻഡറി സോഴ്സസ് ആയിട്ട് ആക്ട് ചെയ്യും.
ഒക്കെ നമ്മൾ ഒപ്റ്റിക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട്. സെക്കൻഡറി വേവ് ലൈറ്റ്സ് ജനറേറ്റ് ചെയ്ത് അതിൽ നിന്ന് സ്പെറിക്കൽ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഈ രണ്ട് വേവ്സുകളും സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ വേവുകളെ നമുക്ക് സൂപ്പർഇമ്പോസ് ഇത് ഈ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് പാറ്റേൺ ആണ്. അതായത് ചില സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി മാക്സിമം, ചില സ്ഥലങ്ങളിൽ ഇൻറ്റൻസിറ്റി മിനിമം, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ഈക്വൽ ഇൻറ്റൻസിറ്റി ഉള്ള ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുക. എങ്ങനെയാണ് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതുണ്ടാവുന്നതിന്? നമുക്ക് അറിയുന്ന കാര്യമാണ്, വളരെ ലളിതമായിട്ട് നമുക്കറിയാം. ചില സ്ഥലങ്ങളിൽ മാക്സിമം ഇൻറ്റൻസിറ്റി, അതിനെ ഞാൻ മാക്സിമ എന്ന് പറയും, പൊസിഷൻസ് ഓഫ് മാക്സിമ. ഇത് മിനിമ, ഇൻറ്റൻസിറ്റി 0 ഓർ മിനിമം, മാക്സിമ മിനിമ. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും. ഒരു ബ്രൈറ്റ് ബാൻഡ് കഴിഞ്ഞാൽ അടുത്ത ഡാർക്ക് ബാൻഡ്, പിന്നെ ബ്രൈറ്റ് ബാൻഡ്, പിന്നെ ഡാർക്ക് ബാൻഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആണ് ഉണ്ടാവുക. അതാണ് ഒരു ഇൻ്റർഫിയറൻസ് പാറ്റേണിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേൺ എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടി, ഈ ഒരു പാറ്റേൺ എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഡിസ്കസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു സോഴ്സ് ഓഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, 2 സ്ലിറ്റുകളുണ്ട്, സ്ലിറ്റ് 1ഉം സ്ലിറ്റ് 2. ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു വേവിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെ ക്രസ്റ്റ് എന്ന് വിളിക്കും, ക്രസ്റ്റ് ഓഫ് ദ വേവ്. ദിസ് ഈസ് കോൾഡ് വാലി ഓർ ട്രഫ് ഓഫ് ദ വേവ് ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് സോഴ്സിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ സ്ലിറ്റ് 2ൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്ക്രീനിലെ സെൻറ്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ, സേ YN എന്ന് പറയുന്ന അല്ലെങ്കിൽ Y എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഈ ഫസ്റ്റ് വേവിൻ്റെ അതായത് സ്ലിറ്റ് 1ൽ നിന്ന് വരുന്ന വേവിൻ്റെ ക്രസ്റ്റ് എത്തുന്ന സമയത്ത് സ്ലിറ്റ് 2ൽ നിന്ന് വരുന്ന വേവിൻ്റെയും ക്രസ്റ്റ് എത്തുകയെന്ന് വിചാരിച്ചു. സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഈ ഒരു പോയിന്റിൽ സ്ലിറ്റ് 1ൽ നിന്നും സ്ലിറ്റ് 2ൽ നിന്നും വരുന്ന വേവുകൾ, ഫസ്റ്റ് വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് വേവിൻ്റെ ക്രസ്റ്റും സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ പോയിന്റിൽ എത്തിച്ചേർന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഡിസ്റ്റൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. സെൻറ്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ സൈമുൾട്ടേനിയസ് ആയിട്ട് ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവും സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിൻ്റെയും ക്രസ്റ്റ് മീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. സോ ഇൻറ്റൻസിറ്റി വിൽ ബി മാക്സിമം when crest of the wave coming from slit 1 reaches simultaneously at exactly the same time when crest of the wave from
സെക്കൻഡ് സ്ലിറ്റ്. രണ്ട് സ്ലിറ്റിൻ്റെയും ക്രസ്റ്റ് ഒരുമിച്ച് ഒരു പോയിന്റിൽ എത്തിയാൽ അവിടെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ഇത്തരത്തിലുള്ള ഇൻ്റർഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. നമുക്കത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഒരു വേവ്, അടുത്തൊരു വേവ്, രണ്ടും കൂടി സൂപ്പർഇമ്പോസ് ചെയ്ത് മാക്സിമം ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതിനെ ഇതിനെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വേവും ഒരു വേവ് ലെങ്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? ഒരു വേവ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വരെ. അപ്പോൾ നമ്മൾ ഇതാണ് ലാംഡ എന്ന് എടുക്കുക. ഓക്കെ, ക്ലിയർ? ഇതിനെ നമുക്ക് ഏകദേശം ലാംഡ എന്ന് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് വേവും ഇപ്പോൾ ഒരു വേവ് വരുന്നുണ്ട്. ആ വേവ് വന്നിട്ട് രണ്ടാമത്തെ വേവിൻ്റെ ക്രസ്റ്റും ഇവിടെ സൂപ്പർഇമ്പോസ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് വേവ് വരുന്നു. ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ്. സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ് ലാംഡ ഡിസ്റ്റൻസ് ആണ്. ഒരു ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ ലാംഡ ഡിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഒരു ടൈം പീരീഡ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രസ്റ്റും കൂടി സൂപ്പർഇമ്പോസ് ചെയ്യും. ഓക്കെ, ഇത് ലാംഡ ആയാലും 2 ലാംഡ ആയാലും ക്രസ്റ്റും സൂപ്പർഇമ്പോസ് ചെയ്യില്ലേ? ലാംഡ ആയാലും 2 ലാംഡ ആയാലും, അതായത് ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിലുള്ള ദൂരം, ട്രാവൽ ചെയ്യുന്ന ദൂരം. ഇപ്പം നമ്മൾ ഫസ്റ്റ് വേവ് ട്രാവൽ ചെയ്ത ദൂരവും സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്ത ദൂരവും വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഫസ്റ്റ് വേവ് ട്രാവൽ ചെയ്ത ദൂരത്തിന് x1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക, സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്ത ദൂരത്തിന് x2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ x1ഉം x2ഉം തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡയ്ക്ക് ഇക്വലൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലാംഡയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് വേവിൻ്റെയും സെക്കൻഡ് വേവിൻ്റെയും ക്രസ്റ്റ് ഒരേ സമയത്ത് എത്തിച്ചേരും. അതിന് ആ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡ ആയാൽ മതി, 2 ലാംഡ ആയാൽ മതി, 3 ലാംഡ ആയാൽ മതി, 4 ലാംഡ ആയാൽ മതി. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിലേക്ക് ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവും സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവും ഉണ്ട്. ഈ രണ്ട് വേവുകളും ട്രാവൽ ചെയ്യുന്ന ദൂരത്തിന് x1 x2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് x1 and x2 are the distances from the point of screen, are the distances. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഈ ഒരു പോയിന്റ് P ആണ് കൺസിഡർ ചെയ്തത്. ഡിസ്റ്റൻസസ് ഫ്രം ദ പോയിന്റ് ഓഫ് സ്ക്രീൻ to slit 1 and 2, to slit 1 and slit 2 respectively. ഈ രണ്ട് വേവും ട്രാവൽ ചെയ്ത ദൂരത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്? ആ മോഡുലസ് x1 - x2 എന്ന് എഴുതാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ, 2 ലാംഡ, 3 ലാംഡ. അതൊക്കെ വരുമ്പോൾ എന്ത് വരും? ക്രസ്റ്റും കൂടി സൂപ്പർഇമ്പോസ് ചെയ്യും. അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. നമുക്ക് അതിനെ n ലാംഡ എന്ന് എഴുതാം. n ക്യാൻ ബി മേ ബി 0, അതായത് സെൻറ്ററിലാവാം. 0, 1, 2, 3 പാത്ത് ഡിഫറൻസ് ഇല്ലെങ്കിലും അപ്പോൾ അത് രണ്ടും കൂടി സെൻറ്ററിൽ വരുന്ന ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. n ലാംഡ എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പാത്ത് ഡിഫറൻസ് എന്നാണ് പറയുക. രണ്ട് വേവിൻ്റെയും വേവ് ട്രാവൽ ചെയ്ത ദൂരത്തിൻ്റെ വ്യത്യാസം, പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു n ലാംഡ. ഓക്കെ, സോ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി യങ്സ് ഡബിൾ സ്ലിറ്റിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മോഡുലസ് x1 - x2 is equal to n lambda is the condition for constructive interference. Constructive interference. Equation number 1. അപ്പോൾ ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിൻ്റെ ക്രസ്റ്റും ഒരേ സമയത്ത് സ്ക്രീനിൽ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ
ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇൻറ്റൻസിറ്റി മിനിമം ആവാനുള്ള കണ്ടീഷൻ എങ്ങനെയായിരിക്കും? വളരെ ലളിതമായിട്ട് ആലോചിച്ചറിയാം. സ്ലിറ്റ് 1 നിന്ന് വരുന്ന ഒരു വേവും വേവിൻ്റെ ക്രസ്റ്റും സ്ലിറ്റ് 2 നിന്ന് വരുന്ന ഒരു വേവിൻ്റെ ട്രഫും സ്ലിറ്റ് 1 നിന്നുള്ള ക്രസ്റ്റും സ്ലിറ്റ് 2 നിന്നുള്ള ട്രഫും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വേവും പിന്നെ ഇങ്ങനൊരു വേവും. ഇത് രണ്ടും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഇൻറ്റൻസിറ്റിയാണ് കിട്ടുക. ഇൻറ്റൻസിറ്റി വിൽ ബി മിനിമം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. സോ അവിടെ ഇൻറ്റൻസിറ്റി മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്ക് ബാൻഡ് കിട്ടും. ഡാർക്ക് ബാൻഡ് കിട്ടാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് വേവിൻ്റെ ട്രഫും സൂപ്പർ ഇമ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് എപ്പോൾ സംഭവിക്കും? നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു വേവ് നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതെ ഇങ്ങനൊരു വേവ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. രണ്ടാമത്തെ വേവ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ വേവിനെ ഇങ്ങനെ കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിലുള്ള നല്ലത് ഇങ്ങനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരേ വേവ് ലെങ്ത് ഉള്ള വേവ്സാണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും തമ്മിൽ ഒരു ഇവിടെയാണെങ്കിൽ ഇത്രയും ദൂരം ലാംഡയാണ്. അപ്പോൾ λ/2 ഡിഫറൻസ് ആണ്, പാത്ത് ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത് എങ്കിൽ, അതായത് മോഡുലസ് x1 - x2 എന്ന് പറയുന്നത് λ/2 അല്ലെങ്കിൽ 3/2 λ/2 3/2 λ 5/2 λ ആ ഓർഡറിൽ വരികയാണെങ്കിൽ, അതായത് 1/2 ഓഫ് ദ വേവ് ലെങ്ത് 1.5 ഓഫ് ദ വേവ് ലെങ്ത് 3.5 ഓഫ് ദ വേവ് ലെങ്ത് അങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരു വേവിൻ്റെ ക്രസ്റ്റും ഫസ്റ്റ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിൻ്റെ ക്രസ്റ്റും സെക്കൻഡ് സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവിൻ്റെ ട്രഫും സൂപ്പർ ഇമ്പോസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി നമുക്ക് ജനറലി n+12 λ/2 എന്ന് എഴുതാം. where n is equal to 0, 1, 2, 3. n+12 ലാംഡയാണ്. ഓക്കെ, n+12 ലാംഡ. അപ്പോൾ n is equal to 0 കൊടുക്കുമ്പോൾ λ/2 കിട്ടും. n is equal to 1 കൊടുക്കുമ്പോൾ എന്താ പറയുക 1 + 1/2 3/2 ലാംഡ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 2n+1 λ/2 എന്ന് എഴുതാം, മോഡുലസ് x1 - x2. അപ്പോൾ പാത്ത് ഡിഫറൻസ് 2n+1 λ/2 വരുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് പാത്ത് ഡിഫറൻസ് n λ. വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഏതൊക്കെ പോയിന്റുകളിലാണ്, ഈ സ്ക്രീനിലെ ഏതൊക്കെ പോയിന്റുകളിലാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസും ഉണ്ടാവുക എന്നുള്ളത്. ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം? സെൻട്രൽ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവുക, സ്ക്രീനിൻ്റെ എത്ര ദൂരത്തിലാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റുകളിലാണ് മാക്സിമാസ് ഉണ്ടാകുക, ഇൻറ്റൻസിറ്റി മാക്സിമം വരിക എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി മാത്തമാറ്റിക്കലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസിൽ, യങ്സ് ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസിൽ 2 സ്ലിറ്റ് ഉണ്ട് ഇവിടെ. ഈ സ്ലിറ്റ് വിടുത്ത്, 2 സ്ലിറ്റുകൾ തമ്മിലുള്ള വിടുത്തിനെ ഞാൻ ഡി എന്ന് വിളിച്ചു. ഡി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ സ്ലിറ്റ് വിടുത്ത് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ സെപ്പറേഷൻ, കുറച്ചും കൂടി നല്ല വേർഡ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്.
ഇതാണ് ഡി എന്ന് പറയുന്നത്. ഇവിടെ സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഈ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം ഡി എടുത്തു. യൂഷ്വലി ഡി എന്ന് പറയുന്നത് 1 മീറ്റർ ഒക്കെയാണ് സാധാരണ എടുക്കുക എക്സ്പെരിമെന്റലി. ക്ലിയർ? ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടുന്ന് സെന്ററിൽ ഒരു പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എനിക്കൊരു കാര്യം ചെയ്യും, ഇതിനെ ഞാൻ എ എന്ന് റെപ്രസെന്റ് ചെയ്തു, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിലാണ് മാക്സിമം ഉണ്ടാവുന്നതെന്ന് വിചാരിക്കാം. അതായത് വൈ എൻ, ഈ പൊസിഷനെ ഞാൻ വൈ എൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. വൈ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാരണം പൊസിഷൻ ഓഫ് nth മാക്സിമ, അതായത് nth മാക്സിമ, ഫസ്റ്റ് മാക്സിമ, സെക്കൻഡ് മാക്സിമ, തേർഡ്, n എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും. എത്രാമത്തെ ഒരു മാക്സിമയാണ്. അപ്പൊ എയിൽ നിന്ന് ഇത് സ്ലിറ്റ് 1, ഇത് സ്ലിറ്റ് 2 ആണ്. എയിൽ നിന്ന് വൈ എന്നിലേക്ക് ഞാൻ ഈ പൊസിഷനിലേക്കൊരു ഇത് വരച്ചു, അത് x1. ബിയിൽ നിന്ന് വൈ എന്നിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു, അതിനെ x2 എന്ന് വിളിച്ചു. അപ്പോൾ ഡി ഇ എന്ന് പറയുന്നത് എത്ര വരും? ഡി ഇ എന്ന് പറഞ്ഞാൽ d/2. സി ഇ എന്ന് പറഞ്ഞാലും d/2. ഇനി ഈ വൈ എൻ, അതായത് ആ വാല്യൂ എന്ന് പറയുന്നത്, അല്ല, നമുക്ക് വൈ എന്നെ പി എന്നിട്ട് റെപ്രസെന്റ് ചെയ്യാം. വൈ എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ പി സി എന്ന് പറയുന്നത് d/2 മൈനസ് വൈ എൻ വരും, പി സി. പി ഡി എന്ന് പറയുന്നത് d/2 പ്ലസ് വൈ എൻ വരും. മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് ഇങ്ങോട്ടുള്ള ദൂരം d/2 പ്ലസ് വൈ എൻ ആണ്, കാരണം ഡി എന്ന് പറയുന്നത് d/2 ആണ്. ഓക്കെ, ഈ ദൂരം എന്ന് പറയുന്നത് d/2 മൈനസ് വൈ എൻ ആണ്. d/2 മൈനസ് വൈ എൻ. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. നമ്മളെ x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ x2 ആണെന്ന് അസ്യൂം ചെയ്യാണ്. അതായത് y എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം കൂടുതലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് d ആണ്. സോ ഈ എ പി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ആ ട്രയാങ്കിൾ എ പി ഡിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: x1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് ഡി പി സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് d/2 പ്ലസ് വൈ എൻ ഹോൾ സ്ക്വയർ. ഇതാണ് x1 സ്ക്വയർ വരും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. അതായത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ഇക്വേഷൻ നമ്പർ 2, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 3, x1 സ്ക്വയർ. ഇനി അതേപോലെ തന്നെ ട്രയാങ്കിൾ ബി സി പി നോക്കാം. ട്രയാങ്കിൾ ബി സി പി നോക്കുമ്പോൾ x2 സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് സി പി സ്ക്വയർ വരും, അതായത് സി പി ഹോൾ സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് d/2 മൈനസ് വൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 ചെയ്യുമ്പോൾ എന്ത് വരും? x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് d/2 പ്ലസ് വൈ എൻ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് ഡി സ്ക്വയർ പ്ലസ് d/2 മൈനസ് വൈ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയറും വെട്ടിപ്പോയി,
d by 2 plus yn whole square minus of d by 2 minus yn the whole square. And then d square plus 4 plus yn square plus 2yn d by 2 minus of d square by 4 plus yn square minus 2yn d by 2. Okay, p 2 വെട്ടിപ്പോയി, ഇവിടെ 2 വെട്ടിപ്പോയി. So the result will be x1 square minus x2 square is equal to d square by 4 d square by 4 minus d square by 4 വെട്ടിപ്പോയി, yn square minus yn square വെട്ടിപ്പോയി, ഇവിടെ ynd plus ynd, അപ്പം എന്തായി, that is equal to 2ynd എന്നാണ്. ഓക്കെ, അപ്പോൾ yn എന്ത് വരും? y എന്ന് പറഞ്ഞാൽ nth മാക്സിമ, nth മാക്സിമയുടെ പൊസിഷനാണ്, ഓർമ്മയുണ്ടോ? nth മാക്സിമ എന്ന് പറയുന്നത് x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d എന്ന് വരും. ഓക്കെ, നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ഡിവൈഡഡ് ബൈ 2d എന്ന് എഴുതാം. ഡി എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്താണ്. സാധാരണ യൂഷ്വൽ എക്സ്പെരിമെന്റലിറ്റീസ് ഓഫ് ദ ഓർഡർ ഓഫ് 1 മില്ലിമീറ്റർ ഒക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, ഡി എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ ഒക്കെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ x1ഉം ഡിയും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ x1 ഈസ് അപ്രോക്സിമേറ്റ്ലി ഡി, x2 ഈസ് ഓൾസോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി. രണ്ടും തമ്മിൽ 1 മീറ്ററിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ വ്യത്യാസം നമ്മൾ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി x1 പ്ലസ് x2 എന്നുള്ളതിന് പകരം x1 പ്ലസ് x2 അപ്രോക്സിമേറ്റ്ലി 2d എന്ന് എഴുതണം. x1 മൈനസ് x2 നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സ്മോൾ ക്വാണ്ടിറ്റി ആണ്, അത് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 2d ബൈ 2 സ്മോൾ d ഇൻറ്റു x1 മൈനസ് x2. അപ്പോൾ ഇങ്ങനെ വന്നു. yn is equal to, yn will be equal to x1 minus x2 into capital D by small d. ഇതാണ് nth മാക്സിമയുടെ പൊസിഷൻ. പക്ഷെ ഇത് മാക്സിമയാണ്. മാക്സിമയുടെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ ഫോർ മാക്സിമ ഈസ് x1 minus x2 is equal to n lambda. Integral multiple of wavelength. അപ്പോൾ എന്തായി? yn is equal to n lambda d by small d. So this is the nth maximum. Okay. Next we will discuss about crystal diffraction of X-rays. That we will discuss in the next lecture. Okay, thank you.